എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ നടപടിക്കെതിരെ പട്ടാമ്പിയിൽ പ്രതിഷേധം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം ഒരുക്കിയത്. പെൻഷൻ വിതരണ ചുമതലകൾ കുത്തക ബാങ്കിന് വിട്ടുകൊടുത്ത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി കാര്യക്ഷമമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വന്നിരുന്ന സഹകരണ സംഘങ്ങളെ പെൻഷൻ വിതരണത്തിൽ നിന്നും ഒഴിവാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെയാണ് KCEU പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്കുകളും മറ്റു സഹകരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ നടത്തിവരുന്ന ഈ പ്രവർത്തനത്തെ തകർക്കുന്ന നടപടിയിലൂടെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന DD സതീശൻ ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പദ്ധതിയെ, പെൻഷൻ പദ്ധതിയെ തന്നെ ഇല്ലാതെയാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുക. നമുക്കറിയാം, നേരത്തെ പാചകവാതകത്തിൻ്റെ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത് ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയാൽ എല്ലാ മാസവും അക്കൗണ്ട് വഴി സബ്സിഡി തിരിച്ചു നൽകും എന്ന് പറഞ്ഞു. 2-3 മാസങ്ങളിൽ സബ്സിഡി കിട്ടിയുള്ളവരുണ്ടാവാം. എന്നാൽ അതിനുശേഷം ഒരാൾക്ക് പോലും സബ്സിഡി ഇപ്പോൾ കിട്ടുന്നില്ല. ആരും പാചകവാതകത്തിൻ്റെ സബ്സിഡിയെക്കുറിച്ച് ചോദിക്കുന്ന പോലുമില്ല. അതുപോലെയാണ് ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങൾ ദേശസാൽകൃത ബാങ്കിൽ പോയി അല്ലെങ്കിൽ വാണിജ്യ ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങി ആധാറുമായി ലിങ്ക് ചെയ്യണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റുന്നതാണോ ദേശസാൽകൃത ബാങ്കുകൾ? ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാട് നടത്തുന്നവർക്ക് തന്നെ ഒന്നിൽ കൂടുതൽ തവണ അല്ലെങ്കിൽ മാസത്തിൽ നിശ്ചിത തവണ ഇടപാട് നടത്തിയാൽ പിഴ ഈടാക്കുന്ന സ്ഥാപനമാണ് ദേശസാൽകൃത ബാങ്ക്. KCEU ജില്ലാ വൈസ് പ്രസിഡന്റ് C ജയപ്രകാശ് അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് P ഉണ്ണീൻകുട്ടി, ട്രഷറർ T കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു.